എല്ലാ അമ്മമാരുടെയും സംശയമാണ് കുട്ടികൾക്ക് സൺസ്ക്രീൻ വേണോ എന്നുള്ളത്. നമുക്ക് എത്രമാത്രം സൺസ്ക്രീൻ ആവശ്യമുണ്ടോ അതിലും കൂടുതൽ കുട്ടികൾക്ക് സൺസ്ക്രീൻ ആവശ്യമുണ്ട്. എസ്പെഷ്യലി വെക്കേഷൻ ടൈമും കൂടിയാണ് ആൻഡ് സമ്മറുമാണ്. കുട്ടികൾ എല്ലാവരും പുറത്ത് കളിക്കുകയായിരിക്കും ആൻഡ് മിക്ക കുട്ടികളും സ്വിമ്മിംഗ് ക്ലാസ്സസിനൊക്കെ പോകുന്നവരുണ്ട്. സോ സൺസ്ക്രീൻ വളരെ മസ്റ്റാണ്. 6 മാസം മുതലുള്ള കുട്ടികൾക്ക് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങണം. സൺസ്ക്രീൻ 2 തരത്തിലുണ്ട്. ഫിസിക്കൽ സൺസ്ക്രീൻ ഉണ്ട്, കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ട്. കുട്ടികൾക്ക് കൂടുതൽ ഐഡിയൽ ആയിട്ടുള്ളത് ഫിസിക്കൽ സൺസ്ക്രീൻ ആണ്. സോ നിങ്ങളിപ്പോൾ ഒരു സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കണം, അതായത് അത് UVA UVB പ്രൊട്ടക്ഷൻ ഉള്ളതായിരിക്കണം. ഇനി വാട്ടർ റെസിസ്റ്റന്റ് സൺസ്ക്രീൻ ആയിരിക്കണം. ഇനി അതിൽ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് എന്നീ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൺസ്ക്രീൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം. സോ നിങ്ങൾ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സൺസ്ക്രീനിൽ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഐഡിയലി കുട്ടികൾ രാവിലെ പുറത്തിറങ്ങുന്നതിന്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് ഒരു ½ അവർ മുമ്പ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആൻഡ് എവറി 2 to 3 hours സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യണം. ആൻഡ് എസ്പെഷ്യലി സ്വിമ്മിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ, സ്വിമ്മിങ് കഴിഞ്ഞാലും സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യേണ്ടതാണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി.